Hi guys. So I am starting a vlog, which I've done before. But now I'm going to speak in Malayalam a little bit and then English ഇടയ്ക്കിടയ്ക്ക് mix ചെയ്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചു because I think I want to try it. I've been seeing a lot of vlogs and I've always felt like എനിക്കും ഇത് മാതിരി ചെയ്യണം. പക്ഷേ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു like if I see a certain vlog and I like it and I'm like okay ഇത് കൊള്ളാം ഈ ഒരു പരിപാടി കൊള്ളാം ഇവർ ഈ ചെയ്ത രീതി കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഞാനും അങ്ങനെ ചെയ്യാം നത്തിങ് ഫാൻസി എൻ്റെ കുഞ്ഞു ബാവ എനിക്ക് 2 ബേബീസ് ഉണ്ട് ഇപ്പം എൻ്റെ ലൈഫ് അപ്ഡേറ്റ് ആണ് ഓക്കെ അപ്പം ഇങ്ങനെ നിന്ന് പറയാം കുഞ്ഞിൽ നിന്ന് പറയണ്ടല്ലോ എനിക്ക് 2 ബേബീസായി അപ്പം ആദ്യത്തെ ആളുടേത് എനിക്കൊന്ന് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫീഡിങ്ങിലും ആ കാര്യമെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ആളായതിനു ശേഷം കുറച്ചൊരു ഗ്യാപ്പ് ഞാനിവിടെ അധികം ആക്റ്റീവ് അല്ലായിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങി സോ നൗ ഐ വോണ്ട് ടു ഷോ വ്ലോഗ്സ് ഐ ഫൈൻഡ് ഇറ്റ് വെരി അമ്യൂസിങ് ബിക്കോസ് I don't know if anybody will be interested in seeing my vlogs, but there's like a lot of vlogs out there. But these are like, something that I do. And എല്ലാം എനിക്ക് എപ്പോഴും എല്ലാം ഫുള്ളൊരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ കാണിക്കാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ പറ്റുന്നത് ഞാൻ കാണിക്കാം അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ കുഞ്ഞു ഉറങ്ങും വേളയാൾ അപ്പം ഒരു സൺഡേ ആണ് അപ്പം ഞാൻ ഇന്ന് വൈകിട്ട് റൊട്ടി ഉണ്ടാക്കുവാണ് അപ്പം I thought I'll do a vlog, a small vlog of the little things that I do on a Sunday evening. So yes, come make roti with me, which I learned after my marriage. എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ ഫുൾ ഇങ്ങനെ റൊട്ടി കഴിക്കുമായിരുന്നു ആൾക്കാർ ഇൻ ദ സെൻസ് എൻ്റെ അപ്പനൊക്കെ രാത്രി അപ്പന് ഡയബറ്റീസ് ഒക്കെ പണ്ടോട്ടേ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചപ്പാത്തി കഴിക്കും അപ്പോൾ ആദ്യമൊക്കെ അഭിഷേകിനെ കല്യാണം കഴിച്ച ശേഷം he used to be okay with rice because I didn't like making roti so much because I was not എനിക്ക് അത്ര അറിഞ്ഞൂടായിരുന്നു ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ അതിൽ പഠിച്ച് എൻ്റെ മാ എന്ന് പറഞ്ഞാൽ അഭിഷേകിൻ്റെ അമ്മ എനിക്ക് കാണിച്ചും ചെയ്തതൊരു എനിക്കിപ്പോൾ അത് ഇഷ്ടമായി എനിക്ക് ഉണ്ടാക്കാനും ഇഷ്ടമാണ് റൊട്ടി കഴിക്കാനാണ് ഇപ്പോൾ ഇഷ്ടം രാത്രി ചോറ് അത്ര ഇഷ്ടമല്ല അങ്ങനെ അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഈ ചോറും റൊട്ടിയൊന്നും കഴിക്കാത്തൊരു പീരീഡ് ഉണ്ട് ബിക്കോസ് ഞാൻ വെൻ ഐ എം കൺട്രോളിങ് മൈ ഡയറ്റ് പക്ഷേ ഇപ്പം ഫീഡിങ് ആണ് ഞാൻ അങ്ങനെ മിനിമൽ കൺട്രോൾ അതുകൊണ്ട് ഞാൻ റൊട്ടി കഴിക്കും അപ്പോൾ റൊട്ടി ഉണ്ടാക്കും അപ്പം നമുക്ക് റൊട്ടി ഉണ്ടാക്കാം ഫുൽക്ക എന്ന് പറയുന്ന ടൈപ്പാണ് ഈ റൊട്ടിയായിട്ട് മിക്ക നോർത്ത് ഇന്ത്യൻസും ഉദ്ദേശിക്കുന്നത് ബേസിക്കലി വിത്തൗട്ട് എനി ഓയിൽ ഇപ്പം കുറച്ചുകൂടെയൊക്കെ എക്സ്പെർട്ട് ഉള്ളവരൊക്കെ നന്നായിട്ട് ഇങ്ങനെ പരത്തി ലൈക്ക് ഇങ്ങനെ തന്നെ കണ്ടോ ഇപ്പം ഇത് ചെയ്യുന്നില്ലേ ഇങ്ങനെ നമ്മൾ എടുക്കാറുണ്ട് പക്ഷേ എനിക്ക് ആദ്യമൊന്നും അങ്ങനെ വരില്ല അപ്പം പിന്നെ അതുകൊണ്ട് പെർഫെക്റ്റ് റൗണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചില ഇതിപ്പോൾ പെർഫെക്റ്റ് റൗണ്ട് ആവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ഇത് കിട്ടും അവർക്കൊക്കെ കൂടുതലും ഫുൽക്കയാണ് അവിടെ ഉണ്ടാക്കുക പിന്നെ പറാട്ട എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക അത് കുറച്ച് ഡിഫറെൻറ്റ് മെത്തേഡാണ് സോ ഐ ലൈക്ക് ഇറ്റ് നൗ ആദ്യമൊന്നും എനിക്ക് അത്ര അതെന്താ ഫുൽക്ക അതെന്താ ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ഇറ്റ്സ് എ വെരി വെരി ഗുഡ് കാരിയർ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഫുൽക്ക പറയുമ്പോൾ ഓയിൽ ഒട്ടുമേ ഇല്ലാതെ ഉണ്ടാക്കുന്നതാണ് അറ്റ്ലീസ്റ്റ് ഒഡീഷയിലും നോർത്ത് ഇന്ത്യയിലും റൊട്ടി എന്ന് പറയുമ്പം യൂഷ്വലി ഇതാണ് റെഫർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ ചപ്പാത്തി ഉണ്ടാക്കും അപ്പോൾ അതിൽ നല്ലതായിട്ട് നെയ്യൊക്കെ പുരട്ടി ഇതിൻ്റെ മുകളിൽ തന്നെ പക്ഷേ ഈ ഫുൽക്ക എൻ്റെ മദർ ഇൻ ലോ ചെയ്യണത് നമ്മൾ ഈ ഗ്യാസിൽ തന്നെ ചുട്ടെടുക്കുന്നതാണ് ഐ മീൻ കല്ലിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്കാക്കിയിട്ട് ജസ്റ്റ് ഗ്യാസ് വെച്ചിട്ട് ചെയ്യും സോ പിന്നെ അഭിഷേകിൻ്റെ വീട്ടിൽ ഗീതാൻ്റെ ഉണ്ട് കുക്ക് അപ്പം ആൻറ്റി ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ തവയിൽ വെച്ചിട്ട് തന്നെ തുണി വെച്ച് ഇങ്ങനെ മെല്ലെ പ്രസ് ചെയ്ത് അത് നന്നായിട്ട് ഇങ്ങനെ ബലൂൺ പോലെ വീർത്ത് തരും അപ്പോൾ ഈ ബലൂൺ പോലെ വീർത്ത് വരുന്നത് മേ ബി ഇറ്റ്സ് ലൈക്ക് കൗതുകമായിരുന്നു ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊരു ചാലഞ്ച് പോലെ ഏറ്റെടുത്തിട്ടാണ് ഞാൻ ഈ റൊട്ടി പഠിക്കാൻ തുടങ്ങിയത് അപ്പോൾ ആദ്യമൊക്കെ 2 എണ്ണം ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു പക്ഷേ ഓൾമോസ്റ്റ് നമുക്കൊരു അതിൻ്റെ ഐഡിയ ആയി സോ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പരത്തി വെച്ചിട്ട് പിന്നെ ചുട്ടെടുക്കും ഒരുമിച്ച് അപ്പം സ്പീഡിൽ അങ്ങനെ കഴിയും ആക്ച്വലി വീഡിയോസ് വെൻ ഐ ഡു വീഡിയോസ് ഞാൻ മോസ്റ്റ്ലി മേക്കപ്പ് വീഡിയോസ് ട്രാവൽ വ്ളോഗ് ഞാൻ ഒരിക്കൽ എന്തോ ചെയ്തു പക്ഷെ മോസ്റ്റ്ലി ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെ മേക്കപ്പിന് റിലേറ്റഡ് ആണ് പക്ഷേ സംതിങ് എന്നെ അറിയാവുന്നവർക്ക് അറിയാം ദാറ്റ് ഐ എൻജോയ് കുക്കിംഗ് ഐ ലവ് കുക്കിംഗ്
ആൻഡ് ഐ ലവ് ടു ഈറ്റ് ഫുഡ്. അപ്പം കുക്കിംഗ് ഞാൻ എപ്പോഴും വിചാരിക്കും ഈ ആഹാരം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുക്ക് ചെയ്യാനും ഭയങ്കര ഇഷ്ടമായിരിക്കും. ബിക്കോസ് ഇത് ആ ഒരു എക്സ്ട്രാ എഫേർട്ട് നോ വോട്ട് എവർ യു ഫീൽ ലൈക്ക് ഈറ്റിംഗ്. ഓർഡർ ചെയ്ത് കഴിക്കുന്നത് സ്വിഗ്ഗിയിലായാലും ഇപ്പോൾ സൊമാറ്റോയിലായാലും ആൾക്കാർക്ക് ഓർഡർ ചെയ്ത് കഴിക്കും നമുക്ക് തോന്നുമ്പം അത് ഞാനും ചെയ്യും. കൊതി തോന്നുമ്പം ഓർഡർ ചെയ്ത് കഴിക്കും. പക്ഷെ വെൻ യു ഹാവ് ദ ഓപ്പർച്യൂണിറ്റി വെൻ യു വോണ്ട് ടു ഈറ്റ് സംതിങ് റിയലി ബാഡ് ആൻഡ് അപ്പം നമുക്ക് കുക്ക് ചെയ്യാനൊരു ഇൻസ്പിറേഷൻ വരാറുണ്ട്. അങ്ങനെ ഞാൻ പണ്ടൊക്കെ അങ്ങനത്തെ ഒരു ഒക്കേഷണൽ കുക്കായിരുന്നു. ഇപ്പം പക്ഷെ 3 നേരം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. സോ ഇപ്പം വളരുന്ന ഒരു കുഞ്ഞുണ്ട്, ഒരു 5 വയസ്സുള്ളൊരു കുഞ്ഞ് ഹൂ ഇസ് ഹിയർ. ഹലോ ഹലോ. അപ്പോൾ ആ കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് വിശക്കും. അപ്പോൾ ആ വിശക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അങ്ങനെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുക്കിംഗ് ചെയ്യാനൊരു ഒരു ഒരു ഓപ്പർച്യൂണിറ്റി വേണ്ടേ, ലൈക്ക് ഒരു പീസ്ഫുൾ. ദർ ഇസ് ഓൾവേസ് ഓപ്പർച്യൂണിറ്റി. കുക്കിംഗ് ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ സ്പീഡ് ഇങ്ങനെ ചെയ്തു പോകും. ബിക്കോസ് ഇളയാളുള്ളതുകൊണ്ട് ഇവന് സ്കൂളിൽ വേണം, അവന് പെട്ടെന്ന് അവൻ കറിയാതെ അവൻ പെട്ടെന്ന് ഉണ്ടാക്കി അങ്ങനെ രാവിലെ എല്ലാം പണി തീർത്ത് വെക്കുന്നതായി. പക്ഷെ അല്ലാണ്ട് ദർസ് എ ടൈം വെൻ ഹീ ഈസ് സ്ലീപ്പിംഗ് ആൻഡ് ഐ എം കുക്കിംഗ് ആൻഡ് ഐ എം എൻജോയിങ് ഇറ്റ്. That is when I really enjoy cooking. When you do it for the sake of doing it, you don't feel like അതൊരു പണി പോലെ തോന്നും. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഫീൽസ് ലൈക്ക് എ തെറാപ്പി. സോ ഫോർ മീ ദിസ് is something, it's very important to me. This is who I am. This is also part of me. So when I wanted to show videos, it's only fair that I show this side of me. Then only people will understand who I am. I think there's the superficial layer that I show to people, right? And even in this also, I'm not saying that ellam njan ende veetil nadakkunna ellam angane parayana angane alla. But enalum a part of me which I enjoy doing it, I wanted to share. So yes, that's why I thought even the simplest thing of making a roti I will show. പക്ഷേ ഈ റൊട്ടി ഇപ്പം കേരളത്തിലൊക്കെ എനിക്കറിയില്ല കൂടുതൽ കഴിക്കുന്നവരുണ്ടാവും കേട്ടോ. എൻ്റെ ഫാമിലിയിൽ എൻ്റെ അച്ഛൻ എസ്പെഷ്യലി ഡയബറ്റിക് ആണ്. പക്ഷെ എന്നാൽ കൂടെ കത്തി കഴുത്തി പിടിച്ചാൽ പോലും റൊട്ടി കഴിക്കുന്ന പോലത്തെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം അച്ഛന് വേറെ ഒന്നുമില്ല. പക്ഷേ എൻ്റെ അമ്മ കൊച്ചിലെ തൊട്ടേ അപ്പൂപ്പന് വേണ്ടിയിട്ട് വീട്ടിൽ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയോണ്ട് ഷീ ഈസ് ഓക്കെ വിത്ത് റൊട്ടി. ഷീ ലൈക്സ് റൊട്ടി. And even my sister. This side is too round. I made it very good. It's like flat that side. Yeah. Oh, you're giving me instructions. Yeah, because it's not looking good. അപ്പോൾ അവന് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൻ എപ്പോഴും പറയും അമ്മ വീഡിയോ എടുക്കുക, വ്ളോഗ് എടുക്കുക എന്നൊക്കെ പറയാം. അപ്പം ഞാൻ ഇതുവരെ അങ്ങനെ എടുത്തിട്ടില്ല. പക്ഷെ ഇവന് ഭയങ്കര സപ്പോർട്ടാണ്. എനിക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ അവിടെ ഇരുന്നിട്ട് മിണ്ടാതിരിക്കും. ഞാൻ ഒച്ച വെക്കില്ലേ മോനെ എന്നൊക്കെ പറയുമ്പോൾ മിണ്ടാതിരുന്ന് കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കുക്കിങ് വീഡിയോ എടുത്തപ്പോൾ അവനിപ്പം വരുന്നത് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കത് ചുട്ടെടുക്കുമ്പോൾ ഞാൻ കാണിക്കാം, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലോങ് ആവും. അതുപോലെ തന്നെ കുക്ക് ചെയ്യുമ്പം എനിക്കിങ്ങനെ എനിക്ക് കോഫി ലവറാണ്. ടീയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓൺലി ഇഫ് ഇറ്റ് ഇസ് ലൈക്ക് ദ മസാല ചായ് ദറ്റ് വി ഗെറ്റ് ഹിയർ. അപ്പോൾ എൻ്റെ വീട്ടിൽ പോയാലും ഞാൻ അതിട്ടുണ്ടാക്കി ഇഞ്ചിയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ചായ കുടിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ കാപ്പി ഐ എം എ കോഫി ലവർ. അപ്പം ഇങ്ങനത്തെ സമയത്ത് ഞാൻ പെട്ടെന്ന് കോഫി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ എൻ്റെതായ ഇൻസ്റ്റൻറ്റ് കോഫിയാണ്. ഈവൻ ദ മിൽക്ക് ഇസ് ഇൻസ്റ്റൻറ്റ്. സോ ഇതിനെക്കുറിച്ചൊരു റെസിപ്പി ഞാൻ ഇടാം. പക്ഷേ ഐ എം ഷുവർ ലോട്ട് ഓഫ് പീപ്പിൾ ഡു ദിസ്, ഐ ഡോണ്ട് നോ, ബട്ട് സ്റ്റിൽ ഇതെൻ്റെ രീതിയാണ്. അപ്പോൾ ഈ കോഫി ഞാൻ കാണിക്കാൻ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന കോഫി. ഓക്കെ ഇവിടെ ഒരാൾ കുക്കിങ്ങിന് ഞാൻ എപ്പോൾ മാറിയില്ല. അവന് ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഇത്രയും ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ക്ലീനും. അപ്പം അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഇത് പരത്തിയിട്ട് ചുടുന്ന സമയമാകുമ്പോൾ കാണിക്കാം. ഈ റൊട്ടി പരത്തുമ്പോൾ മാവ് ടു ഹാർഡ് ആവാൻ പാടില്ല. ഞാൻ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പറയാം ഇൻ കേസ് എനിബഡി ഈസ് ഇൻട്രസ്റ്റഡ്. ഐ എം ഷുവർ എ ലോട്ട് ഓഫ് പീപ്പിൾ നോ ആൻഡ് ഐ മൈറ്റ് ലുക്ക് ലൈക്ക് എന്തോ ഒരു കോമഡി ഷോ. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ബെനിഫിറ്റ് അല്ലോ. അപ്പോൾ ഇത് നമ്മൾ മാവ് എപ്പോഴും നല്ലൊരു സോഫ്റ്റ് ആയിരിക്കണം. ഓവർലി സോഫ്റ്റ് ആവാൻ പാടില്ല, ഓവർലി ഹാർഡും ആവാൻ പാടില്ല. ആൻഡ് എപ്പോഴും ഇങ്ങനത്തെ ഒരു ഇതിൽ ഞാനിങ്ങനെ കുറച്ച് മാവ് എടുത്ത് വെക്കും. ഓക്കെ, അതിൽ ഞാൻ 2 സൈഡും ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ നമ്മൾ എല്ലാ വശവും ആദ്യമൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കൈവച്ച് തന്നെ നമുക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കും. അപ്പോൾ കുറച്ചൊരു ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറച്ചൊക്കെ ചെയ്ത് വരുമ്പം നമുക്കിങ്ങനെ, അപ്പം എപ്പോഴും
എല്ലായിടും ഈവൻ ആവാൻ നോക്കണം തിക്നെസ്, അല്ലെങ്കിൽ നമുക്കത് പൊങ്ങി വരുമ്പം കീറിപ്പോവാം, ഒരു സൈഡ് മാത്രം തിന്നാവാം, ചിലപ്പോൾ നടുക്ക് മാത്രം തിന്നായിപ്പോവും. ആദ്യമൊക്കെ എനിക്ക് അതായിരുന്നു പ്രശ്നം. ഇനി ഈവൻലി നമ്മളിങ്ങനെ പരത്തിയെടുക്കണം, എന്നാലേ അത് ഇതാവുള്ളൂ, പൊങ്ങി വരുള്ളൂ. അറ്റം നമുക്ക് കട്ട് ആയി പോയി കഴിഞ്ഞാൽ അത് പൊങ്ങത്തില്ല. പിന്നെ അതുപോലെ തന്നെ അല്ല, ഇതിപ്പം നമ്മൾ അങ്ങനെ ആക്കാണ്ട് തന്നെ റൗണ്ടായിട്ട്, ഓക്കെ കണ്ടോ, ഇതിപ്പോൾ പെർഫെക്റ്റ് റൗണ്ടായി. ഹീറ്റഡ് തവയിലോട്ട് നമ്മൾ ഇടുക. ഒന്ന് കുക്കാകുമ്പോഴത്തേക്കും ഇങ്ങനെ ഇടുക. തിരിച്ചും മറിച്ച് 2-3 തവണ ഇട്ടിട്ട് നമ്മൾ പിന്നെ ഡയറക്റ്റ് ഫ്ലെയിമിലോട്ട് വെക്കാം. It's turning good, my parota, man. Your paratha is looking beautiful. Thank you, man. So this? ഞാൻ പറഞ്ഞ നല്ല പൊങ്ങി വരും. Spotty plant. ഉണ്ടോ, നല്ല പൊങ്ങി വരും. ഇത് ഞാനൊന്ന് മുറിച്ച് കാണിച്ചത് എങ്ങനെയുണ്ട് ലെയർ എന്ന്. ഉണ്ടോ, ഇത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ലെയർ പോലെ സോഫ്റ്റായിട്ട് വരും. വാസുവിൻ്റെ പൊറോട്ട, വാസുവിൻ്റെ ഭാഷയിൽ വാസുവിൻ്റെ. സോ എൻ്റെ വ്ളോഗ് എടുക്കുന്നത് എൻ്റെ മോൻ എണീറ്റു. അതിനുശേഷം ഞാൻ കുറേ പണിയിൽ ബിസിയായി. ഇപ്പം എനിക്ക് വിശന്നിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് അഭിഷേക് സ്പെഷ്യലായിട്ട് ഇന്ന് ചന്ന കറിയാണ്. സോ ദേ പുട്ട് പൊട്ടേറ്റോ ഓൾസോ ഇൻ ദിസ്. സോ ഇറ്റ്സ് മിഡ് വേ ത്രൂ ദ കുക്കിംഗ്. എനിക്ക് വിശന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഉള്ളത് എന്തായാലും തരൂ, ഞാൻ അത് കഴിക്കാം. അവനും പറയുന്നുണ്ട്, ഇളയാളും പറയുന്നത് താന്ന്. ഞാൻ അവനെ ഇപ്പോൾ കാണിക്കാം, ഇനി വരുന്ന വ്ളോഗിലൊക്കെ കാണിക്കാം. ഇപ്പം എനിക്ക് അവൻ വരുന്നതിന് മുന്നേ ഉള്ള കുറേ വീഡിയോസ് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പ്രഗ്നൻസി സമയത്ത് ഞാൻ പോയ വ്ളോഗ്, അതായത് നമ്മുടെ ബേബി മൂണിന് പോയ വ്ളോഗ് അത് കാണിക്കണം. പിന്നെ പാക്കിംഗ് ഓഫ് ദ ഹോസ്പിറ്റൽ ബാഗ് അത് കാണിക്കണം. അതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വെച്ചാൽ അതൊക്കെ കണ്ടിട്ട് അവനെ കാണുമ്പോഴല്ലേ ഒരു രസമുള്ളൂ. ഇയാളെൻ്റെ ടമ്മിയിൽ കിടന്ന സമയത്തുള്ള വീഡിയോ കണ്ടിട്ട് അവനെ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു രസം അല്ലേ. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ പപ്പയും മോനും കൂടെ ഉള്ള കോൺവെർസേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു കുഷിനെ ഞാൻ കാണിച്ചില്ലല്ലേ. അപ്പോൾ അവളാണ് എൻ്റെ കോൺസ്റ്റൻറ്റ്. ഇപ്പം ഇവിടെ എൻ്റെ അടുത്ത് വന്ന്, ഞാൻ അഹമ്മദാബാദിലായിരുന്നപ്പോൾ അവിടെ വന്നു, ഞാൻ സിൽവാസ ദാദ്ര നഗർ ഹവേലിയിലായിരുന്നപ്പോൾ അവിടെ വന്നു, ഗോവയിൽ സ്റ്റേ ചെയ്തിരുന്ന സമയത്ത് അവിടെ വന്നു. ഇപ്പോൾ ഇതാ ഇവിടെ എൻ്റെ കൂടെ ഡൽഹിയിൽ വന്നു. നമ്മൾ സ്നോ കാണാൻ പോയപ്പം അവളെയും കൊണ്ടുപോയി, പക്ഷെ സ്നോയിൽ അവളെ ഇറക്കിയില്ല. അങ്ങനെ മണാലിയിലും അവൾ വന്നു. അവൾ പോകാത്ത സ്ഥലമില്ല. ദ്വാരക, വൃന്ദാവൻ, വൃന്ദാവൻ, അങ്ങനെ എല്ലാ സ്ഥലത്തും എൻ്റെ കൂടെ അവൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് 10 വയസ്സായി. എന്നാലും ഇപ്പോഴും കൊതിക്കൊരു വ്യത്യാസമില്ല. അവളുടെ കൊതി എന്ന് പറഞ്ഞാൽ കൊതിച്ചിയാണ്. കഴിച്ച് ഉണ്ട്. ഇപ്പം ഷീറ്റ്സൂന്നൊന്നും ആരും പറയില്ല. അവളെ കണ്ട ഇപ്പം അത് ഷീറ്റ്സു എന്നൊക്കെ ആരെങ്കിലും പറയുമോ? ഈ മുഖം കണ്ട, ഈ മുഖം കണ്ട. അപ്പോൾ ഞാൻ എന്താ പറയുന്നത്, അപ്പോൾ കൊതിച്ചാണ് അവള് ഖുഷി. അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും അവൾ വന്ന് കുറയ്ക്കുമ്പോൾ ഇങ്ങനെ കൊടുത്ത് അതൊരു ഇപ്പോൾ ശീലമായി. പക്ഷെ അപ്പോൾ പറഞ്ഞു തന്നെന്താ വെച്ചാൽ, അപ്പോൾ അവൻ്റെ വീഡിയോസ് ഞാൻ ഇനി തൊട്ട് ദിസ് ഈസ് ഗോയിങ് ടു ബി ലൈക്ക് മൈ അപ്ഡേറ്റ് ഇസ് ദാറ്റ് ഐ എം ഗോയിങ് ടു പോസ്റ്റ് ഹിസ് വീഡിയോസ്, ഐ മീൻ ദ പ്രീ-പ്രഗ്നൻസി വീഡിയോസ്. എന്നിട്ട് പ്രഗ്നൻസി വീഡിയോസ് ഇട്ടിട്ട് ഞാൻ പിന്നെ ഐ ഗെറ്റ് ഇൻ ടു introducing my baby. This is also my baby. This is my sweetest baby Vasudev. And my second baby is my second baby. My second baby. This is Channa. My sweetest baby is Vasudev, and then the other baby is Narayan. But Narayanane കാണിക്കുന്നതിന് മുന്നേ നമുക്ക് അവൻ്റെ വയറ്റിലുണ്ടായിരുന്ന സമയത്തുള്ള അത് കാണിക്കാം. ഓക്കെ, സോ അപ്പം ഈ വ്ളോഗ് ഇന്ന് സൺഡേ ഇനി ഡിന്നർ കഴിക്കും. പിന്നെ ചിലപ്പം നമ്മൾ പുറത്ത് പോകും. അങ്ങനെ പുറത്ത് പോകണില്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് വ്ളോഗ് നിർത്തും. പുറത്ത് പോവുമെങ്കിൽ ഐ വിൽ ഷോ യു സം ബിറ്റ്സ് ആൻഡ് പീസസ് ഓഫ് ദാറ്റ്. അപ്പം ഞാൻ എന്തായാലും അത് ഡിസൈഡ് ചെയ്തിട്ട് എന്താ വെച്ചാൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കടലക്കറി എൻജോയ് ചെയ്ത് കഴിക്കാം. അവനും ഹംഗ്രി. ഈ സമയമാകുമ്പോഴാണ് നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഹംഗ്രി ആവുന്നത്. ഓക്കെ, അപ്പം എന്തായാലും കാണാം അല്ലേ. ബൈ പറ. ബൈ.